വന്ന് വാഷിംഗ്ടണിൽ നിന്ന് തന്നെ ലോഡുണ്ട്. ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ. ഈ ഊട് ഇലക്ട്രോണിക്കലി ഇവിടുത്തെ ബാക്കുമായിട്ട് കണക്റ്റഡാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ലോഡ് ഇറക്കുള്ളൂ. ഇത് കമ്പനിയുടെ പേര് കണ്ടോ, ഉംഫി. ശരിക്കും ഉംഫി. സാറേ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ. ആണോ? ഞാനുണ്ടായിരുന്നു. നമ്മള് സമയം എത്തിയായിരുന്നോ? ഞാൻ പിന്നെ ഇവിടെ കയറുന്നൊരു 15 മിനിറ്റ് മുമ്പേ എത്തിയായിരുന്നു. അപ്പൊ ഞാൻ അപ്പുറത്തെ റോഡിന്റെ അവിടെ നടക്കി ഇങ്ങനെ മഞ്ഞ ലൈനില്ലേ, അവിടെ ഒരു 10 മിനിറ്റ് കിടന്ന് കറക്റ്റ് 7 മണി ആയപ്പോഴാണ്. ആണോ? അപ്പൊ 1 മണിക്കൂർ ആയപ്പോ തന്നെ അപ്പൊ വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് അവിടെ ഇപ്പൊ ആ ട്രക്ക് ഇട്ടേക്കുന്ന പോലെ അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് നടന്നു വന്ന് ഇവിടെ 202 പറഞ്ഞൊരു ഡോറുണ്ട്, അവിടെ ഓഫീസ്. അവിടെ പേപ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറും കൊടുത്തു കഴിയുമ്പോൾ നമ്മളവിടെ പോയി ഇരിക്കുക. എന്നിട്ട് പിന്നെ വിളിച്ചു, ഡോക്ക് വന്നു, സെറ്റായി. ഇനി ബാക്കി ഡോക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ട് മറ്റേ എന്താ സാധനമൊക്കെ വെക്കണം. ഇവിടെ മറ്റേ ചോക്ക് ചെയ്യുന്ന സാധനമൊക്കെ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, ഇറക്കി കഴിഞ്ഞു തോന്നുന്നു. അത് പച്ചയടിച്ചാലും വിളിച്ചു പറയുന്നു. അങ്ങനെ കണ്ട ഇവിടുത്തെ പേപ്പറുണ്ട്, ഒരു ലിസ്റ്റ് അനുസരിച്ചാ കാര്യങ്ങൾ പോകുന്നു. ആണോ? ഓ ശരി. ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടോ? അതിനകത്തുണ്ട്. മറ്റേ അവരുടെ ഓഫീസ് അങ്ങോട്ട് കയറുന്ന 2 സൈഡിലും, 2 സൈഡില്ല, അവിടെ ആ സൈഡിൽ അവിടെ ഒരു 202, ഇവിടെ ഒരു 3 ഡോറുണ്ട്. ഇപ്പോൾ വലിയ അതിനകത്ത് 202 അത് തന്നെ 202. അവിടെ ഉണ്ട് വാഷ്റൂം. ഒന്ന് പോയി പല്ല് വെച്ചിട്ട് വരാം. ഈ ഗാർഡ് ഷാക്ക് എവിടെയാ? ഇവിടുത്തെ ഇത് ആകെ ഒരു ഒരെണ്ണമുള്ളൂ. ഗാർഡ് ഷാക്കിന്റെ അവിടെ വേറെ വാഷ്റൂം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ പോയെന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി. നമ്മുടെ ഓഫ് ലോഡിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദേശേജൻ ഇപ്പോഴും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക കേട്ടോ. ഇഷ്ടംപോലെ ഡോക്കുകളുള്ള ഒരു വലിയ വെയർഹൗസാണ് ഇതേ, ഇത് കാണുന്ന പോലെ. പക്ഷെ ആകെ കൂടി ഒരു വാഷ്റൂമേ ഡ്രൈവർമാർക്കുള്ളൂ. ഓക്കെ, നമ്പർ ചാർജ് അയക്കണമെന്ന് ഇങ്ങനെ ഇത് വന്നു. അത് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു കോൾ എന്താ ഓഫീസ് എന്ന് പറഞ്ഞു. ശരി. ഓഫീസ് ഫോണിൽ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഡെസ്പാച്ച് അല്ലെങ്കിൽ പേപ്പർ വർക്ക് എന്നൊക്കെയല്ലേ പറയുന്നത്. ഗുർജീത്തിനെ വിളിക്കും. ഗുർജീത്തിന്റെ ഇതിലേക്ക് ഇത് അവര് ലിങ്ക് അവര് ഓൺലൈനിൽ അയച്ചാൽ ഇവിടെ നമുക്ക് Hi, this is Matthew from ST86. Hey Matthew, how are you? Good, thank you. How are you? We finished delivery in Washington, but they need lumber charge to be paid by online before the releases from the dock, right? So we called Gurdeep and then she asked us to call you. We had sent the link on our group. Can you do the needful, like do the payment and let us know once it is done? ഈ ലംബർ ചാർജ് എന്ന് പറഞ്ഞാൽ എന്നാന്നൊന്ന് പറഞ്ഞതാ ചേച്ചാ. അവരിറക്കുന്നതിനുള്ള കൂലിയാ, ഇറക്കുന്നതിനുള്ള കൂലി, ഇറക്കുകൂലി. അതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്തിനാ ഇവർക്കുള്ള സാധനമല്ലേ നമ്മൾ കൊണ്ട് കൊടുത്തതെന്ന്. അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. മറ്റേത് അതല്ലാതെ കൂട്ടിയായിരിക്കും നേരത്തെ ഇത് ചെയ്യുന്നത്. അതും ഇത് മറ്റേ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാർജല്ല, ചെറുതിന് ഭയങ്കര കൂടുതലാണ്. ഇതിനകത്തൊരു റിവ്യൂ ഉണ്ടത്, 2 പാലറ്റ് ഇറക്കുന്നതിന് $125. ഇത് നമുക്ക് ഇവിടെ ഡെൻവറിൽ പറ്റിയത് ചേച്ചാ. ഞങ്ങള് ഡെൻവറിൽ പ്രാവശ്യം ഡെലിവറിക്ക് പോയി. ശരിക്കും ഇവരുടെ ലംബർ ചാർജ് $120. നമ്മൾ പേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ നിന്ന് വേണം, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വേണം പേ ചെയ്യാൻ. ഇവന്മാര് $340 നമ്മുടെ കട്ട് ചെയ്ത്. അതായത് നമ്മളന്ന് എന്തോ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട്, സ്നോയോ ഏതാണ്ട് ഒരു കാരണം കൊണ്ട് നമ്മള് 10-15 മിനിറ്റ് ലേറ്റ് ആയി. ലേറ്റ് ചാർജ് ആണ്. ലംബർ ചാർജില് ലേറ്റ് ചാർജ്. പൈസ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇവര് കട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മളോട് ഈ എമൗണ്ട് കാണിക്കോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഡീറ്റെയിൽ എടുത്തിട്ട് ഒരു എന്നാ പറയുന്നത്, ഇത്ര ഈ ഓതറൈസ് ചെയ്തിട്ട് ഇത്ര സമയം കഴിയുമ്പോഴാ ഇത് കട്ടായി പോകുന്നത്.
കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എത്ര രൂപ പോയെന്ന് നോക്കിയപ്പോഴത്തേക്ക് 350 രൂപ. പിന്നെ അവിടെ കിടന്ന് നമ്മൾ കുറേ ബഹളായി. ആ സമയത്ത് ഇറക്കിയായി ലംബർ ചാർജ് എടുക്കണത്. അതായത് ആ വെയർ ഹൗസ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുവാണ് ഇറക്കുന്നവരെ. വെയർ ഹൗസുകാർക്ക് ഇതില്ല. ഈ ഔട്ട്സോഴ്സ് ചെയ്തേക്കണവന്മാരാണ് ലംബർ ചാർജ്. കാരണം വെയർ ഹൗസുകാർ ഇവർക്ക് പൈസ കൊടുക്കുന്നില്ല, ഇവര് ട്രക്കേഴ്സിന്റെ ഇതും അങ്ങനെയല്ല. ക്യാപ്സ്റ്റോൺ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഇതാ. അപ്പൊ ഈ വെയർ ഹൗസിന് ഈ പരിപാടി. അപ്പൊ ഇവന്മാര് മനസ്സിലായി, നിങ്ങൾ ട്രക്കർമാരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഇവിടെ സാധനം ഇറക്കിക്കോ എന്നുള്ളവര്. നമ്മള് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവന്മാര് പോയി. നമ്മുടെ നാട്ടിലെ ഈ ലോഡിംഗ് തൊഴിലാളികൾ വരുന്ന പോലത്തെ അവര് അതാണ്. അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ക്യാപ്സ്റ്റോൺ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കമ്പനിയുടെ പേരില്ല. ഗുർജിത്തിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഗുർജിത്ത് പറഞ്ഞാൽ ഗുർജിത്ത് ഇവരുടെ റേറ്റ് അല്ലേ തരുള്ളൂ. നമ്മുടെ നിന്ന് പോയ പൈസ തരുമല്ലോ. ഞാനും അർജുനും അവിടെ നിന്ന് കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി, വീഡിയോ ഒക്കെ എത്തുണ്ട്. പക്ഷേ എന്നിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടിയൊന്നുമില്ല. തിരിച്ചൊന്നും തന്നില്ല. നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കാൻ പറ്റുമോ ഡെലിവറില്? നമുക്ക് ആ സമയം കൊണ്ട് ലോഡും കിട്ടി കാലിഫോർണിയന്ന്. മൊത്തം മുമ്പി അവിടെ കുറെ കംപ്ലൈന്റ് ഒക്കെ എഴുതി കൊടുത്തിട്ട് പോകുന്നു. അതിനൊന്നും ഒരു റെസ്പോൺസും ഉണ്ടായില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം കമ്പനിയുടെ ഇതിൽ തന്നെ പേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. നമ്മൾ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ കാർഡിലെടുത്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ അതിന് ഇത് വരുമല്ലോ. അത് പിന്നെ ഒരു പരിപാടിക്കും ഇല്ല. എൻ്റെ പൊന്നു കുറിച്ചിട്ടുപോയി പാവപ്പെട്ടവരാ, പൈസ ഒന്നും ഇല്ല, കാർഡില് പൈസ ഇല്ല. എൻ്റെ ലോണ് ഈവൻ 5 രൂപയുടെ കേസിലാണെങ്കിലും. നേരത്തെ ഉള്ളവർ എനിക്ക് വന്ന് മറ്റേ ടീ ചെക്കിലല്ലായിരുന്നു മേടിക്കുന്നത്. ടീ ചെക്ക് ആകുമ്പോൾ കുഴപ്പമില്ല, എമൗണ്ട് പറയുന്നു, ടീ ചെക്ക് കൊടുക്കുന്നു. നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പിന്നെ തരാമെന്ന് പറയുന്ന പരിപാടിക്കാ നമ്മൾ. അപ്പൊ എന്തായാലും ഈ ഇറക്കുന്നവന്മാരുടെ കൂലിയാണ് ലംബർ ചാർജ്. അതിപ്പോ എല്ലാ വെയർ ഹൗസിലും ചിലർക്ക് നല്ല നല്ല വെയർ ഹൗസിലൊക്കെ അവർക്ക് അവരുടെ സ്റ്റാഫ് വേറെ, കാരണം അവരുടെ ലോഡല്ലേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വലിയ അവര് ഇറക്കുകാർ വേറെ. നമ്മുടെ നാട്ടിലെ പോലെ യൂണിയൻകാർ പോലെ ഒരു കമ്പനികളാണ്. അവര് വേറെ പൈസ മേടിക്കും. നല്ല പൈസ ആയിരിക്കും ഇവിടെ. അതല്ല പറഞ്ഞ ഇപ്പൊ 2 പാലറ്റ് ഇറക്കിയാലും $120 മേടിക്കുന്നു പറഞ്ഞില്ലേ. 2 പാലറ്റ് ഇറക്കാൻ എത്ര മിനിറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് എടുക്കും? സെക്കൻഡുകളെ എടുക്കുന്നുള്ളൂ. സത്യം. ഇത്രയും വലിയ വെയർ ഹൗസില് ആകെ കൂടി ഒരു വാഷ്റൂം. ഈ കിടക്കുന്ന ട്രക്കുകളുടെ എണ്ണം വെച്ചിട്ടുള്ള ഒരു 2-3 എണ്ണം വെച്ചൂടെ? അവർ അതിനകത്ത് മെസ്സേജ് വിട്ടേക്കുന്നത്, നിങ്ങൾ ക്യാബിൽ തന്നെ ഇരുന്നാൽ നിങ്ങളുടെ കംഫോർട്ടിന് ഞങ്ങളുടെ. എന്നാലും എന്താ വെച്ചാൽ നമ്മള് സമയത്ത് വന്നല്ലോ. ഞാൻ ഇന്നലത്തെ വരവൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത സിയാറ്റിൽ ഏരിയ പണി കിട്ടുമെന്ന് ഓർത്തായിരുന്നു. സിയാറ്റിൽ നമ്മൾ ഇറങ്ങുന്ന അത് കഴിഞ്ഞ തിരക്കങ്ങ് വരുന്നതേ ഉള്ളൂ. പുറകെ ഇങ്ങനെ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്നും വലിയ ഇതില്ലാത്തതുകൊണ്ട് ഇങ്ങ് പോന്നു. മറ്റേ സാറിന് അവിടെ എല്ലാം ചവിട്ടിയല്ലേ പോരുന്നത്. അതെ അതെ, തിരക്കിന് മുമ്പ് നമ്മൾ അതായത് ഇവിടുത്തെ അതായത് 6 മണി 6:15 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വരുന്ന വഴിക്ക് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ ഒന്ന് കയറി ഒന്ന് പോകൊക്കെ കഴിയുമ്പോഴത്തേന് രാത്രിയിൽ നമ്മളെ ചില സമയത്ത് വാഗമണിലൊക്കെ കോട അടിച്ചിട്ട് ഒരു കാണാൻ പറ്റാത്ത പോലത്തെ താഴോട്ട് വന്നായിരുന്നു. എനിക്കൊന്ന് മഴയും കണ്ട് പെയ്തായിരുന്നു. മഴ പെയ്തായിരുന്നു, നല്ല ഭയങ്കര മഴയായിരുന്നു. ഓഫ് ലാൻഡിംഗ് ഈസ് നൗ റെഡി ടു ബി പിക്ക്ഡ് അപ്പ്. പ്ലീസ് ഡു നോട്ട് പുൾ ഔട്ട് ടു ദ ഡോർ, വാക്ക് ടു ദ ഗേറ്റ്. നോക്കട്ടെ, അടച്ചായിരിക്കും. കാശ് കിട്ടി, ചോദിച്ചു. ഇതാ അതിനകത്ത് ചേട്ടാ നമ്മളാ പേയ്മെന്റ് ലംബർ ചാർജിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ലോഡ് ഇറക്കിയതിനുള്ള പേയ്മെന്റ്. അപ്പത്തേക്ക് ആ ലിങ്ക് ഞെക്കിയപ്പോ അതിന്റെ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു ഉദ്ദേശിച്ചാ? 327.75 $327 നമ്മുടെ ലോഡ് ഇറക്കിയതിന്റെ കോസ്റ്റ്. US ഡോളർ. എന്തായാലും ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. നമുക്ക് പോയി പേപ്പർ വർക്ക് മേടിച്ചോണ്ട് വരാം. ഇത് കമ്പനിയുടെ പേര് കണ്ടോ? ഉംഫി. ശരിക്കും ഉംഫി. എവിടുന്ന് അയച്ചു കൊടുത്തേക്കാറ്? എന്റെ ഷണ്ട് ചെയ്യുന്ന വണ്ടി പോകുന്ന കണ്ടോ? പേരൊക്കെ എഴുതിയിട്ടുണ്ടോ? ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. പേപ്പർ വർക്ക് അയച്ചു കൊടുക്കുന്ന തിരക്കിലാണേ. ഇതൂടെ വേണം അയച്ചു കൊടുക്കാം. അത് അയച്ചു കൊടുത്തോ? അതിന്റെ ആ റിസിപ്റ്റ് ഞാൻ എടുത്തു. ഇനിയിപ്പോൾ അവർ ചോദിക്കും റിസിപ്റ്റ് കിട്ടിയില്ലെന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ ഇപ്പം എൻ്റെ മെയിലിൽ വന്നാ. ആണോ? ഇതൂടെ ഞാൻ അയച്ചു കൊടുത്തോളാം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടേ. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാം.
ഓ ഓ ഓ നിങ്ങൾ ഈ സെറ്റപ്പ് ഉണ്ടോ? അത് ഭയങ്കര സെറ്റപ്പ് ആണോ? വേണ്ട ഈ നമ്മുടെ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഇത് നമ്മൾ ഈ ഊട് വെച്ചേക്കുന്നുണ്ടോ ടയറിന്? ഈ ഊട് ഇലക്ട്രോണിക്കലി ഇവിടുത്തെ ബാക്കുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊട് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവർക്ക് ലോഡ് ഇറക്കുള്ളൂ. മനസ്സിലായോ? ഇലക്ട്രോണിക്കലി ഊട് വെച്ചിട്ടുണ്ടെന്നുള്ളത് കണക്റ്റഡാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റുമ്പോൾ ഇത് ഗ്രീനും ആവും. അപ്പോൾ അകത്തെ ആൾക്കാർക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ഇത് മാറ്റിയപ്പോഴത്തേക്ക് അത് ഗ്രീനായി. സെറ്റ് എക്സ്ട്രാ സേഫ്റ്റി. നമ്മുടെ ടാൻഡം ബാക്കിലേക്ക് അടിച്ചിട്ടേക്ക് നമുക്കത് സ്ലൈഡ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, കറക്റ്റ് പെർഫെക്റ്റ് തോളല്ല കൊണ്ട് നിർത്തിയ. ഓഫീസിൽ നമ്മൾ വിളിക്കുന്നുണ്ടോ? ഒന്ന് എടുക്കട്ടെ. ഹലോ. ഹായ്. POD is not clear? Okay, I will send again. ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ. ലോഡ് വന്നെന്നാ പറഞ്ഞത്. എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. വന്ന് വാഷിങ്ടണിൽ നിന്ന് തന്നെ ലോഡുണ്ട്. വാഷിങ്ടണിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ റിട്ടേൺ ലോഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ഈ കാണുന്ന PCS എന്ന് പറയുന്ന ആപ്പുണ്ടോ? PCS എന്ന് പറയുന്ന ആപ്പിൽ കൂടെയാണ് നമുക്ക് ലോഡ് വരുന്നത്. ഒരു ലോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലോഡ് വേണ്ട. ഒബോൺ വാഷിങ്ടണിൽ നിന്ന് ടെറബോൺ ക്യൂബക്കിലേക്ക് പോകുന്ന ലോഡാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഇടുന്നത് നമ്മൾ രണ്ടാമത്തല്ലേ 2-3 ചാക്കും ആണോ പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടെന്നാ ചെയ്യാം. എന്തോ ദൂരം ഉണ്ടെന്നറിയോ? ഓക്കെ. അല്ലേ ഏതെങ്കിലും ഗ്യാപ്പ് ഉള്ളടത്തല്ലേ? അല്ല ഗ്യാപ്പ് കിട്ടാൻ പാടായിരിക്കും. അല്ല അത് കുഴപ്പമില്ല. പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ മെഷീനിൽ ഒന്ന് അടിച്ചാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞ ചാക്കുണ്ടോ അത് എടുത്ത് കളയണോ? അത് വലിയ എയറോട് ഇരിക്കാവുന്ന ഈ ചവിട്ടി മറ്റേ പ്ലാസ്റ്റിക്കാ. അതൊന്നും എടുത്തൂല. 320 രൂപ മേടിച്ചിട്ട്. അത് ശരി. എന്നിട്ട് ആ റിവ്യൂ ഇട്ടേക്കോ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസ്? ചാക്ക് കിടപ്പുണ്ട്, എടുത്തോണ്ട് പോകാൻ പറയാം. ആലോചിച്ച് ഇമാതിരി പണി ചെയ്തിട്ട് നമുക്ക് റിവ്യൂ അയക്കാൻ വേണ്ടിട്ട് ലിങ്ക് അയച്ചേക്കുക. ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും എന്നെ റിവ്യൂ ആയിക്കോട്ടോ. നല്ല മുമ്പിയ സർവീസാണ്. 100 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? അപ്പം നമ്മുടെ ട്രെയിലർ ക്ലീൻ അല്ല എന്ന് നമ്മുടെ ദേവസ്യാച്ചൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ബ്ലോവർ ഉണ്ടല്ലോ അത് ചാർജിങ്ങിന് വെച്ചേക്കാം. എൻ്റെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ പ്ലഗ് ഉണ്ട് കേട്ടോ. അത് വെച്ച് നിങ്ങളുടെ കത്തി കൊടുത്ത സാധനമില്ലായിരുന്നു? കത്തിയുണ്ട്. എന്നാ കത്തി വെച്ചിട്ടാണെങ്കിൽ അതും കുറ്റിയാണെങ്കിൽ ഞാൻ ആ ഞെക്കി പിടിച്ച് കാറ്റ് കളയണമെങ്കിൽ അതിലും പാടാ. കുത്തി കയറി കളഞ്ഞാൽ പോരെ. അപ്പം സെൻട്രാലിയ വാഷിങ്ടണിൽ നിന്നും നമ്മൾ വാഷിങ്ടണിലെ ഒബേൺ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഉള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് 100 കിലോമീറ്റർ ആണ് ഒബേണിലേക്കുള്ളത്. നമ്മൾ വന്ന വഴി തന്നെയാണ്. തിരിച്ചു പോണ വഴിക്കാ അല്ലേ? അടിപൊളി. ഞാൻ ഇന്നലെ പറയുകയും ചെയ്തു, നമ്മൾ ആ മറ്റേ കോടയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. അപ്പം പകൽവെട്ടത്തിൽ ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റിന്റെ ഒരു ടെൻഷനും ഇല്ലല്ലോ. അതില്ല, ഇങ്ങോട്ട് വരുമ്പോഴേ ഉള്ളൂ അപ്പൻ്റെ ഓയിൽമെന്റിനുള്ള ടെൻഷൻ. എന്നിട്ട് അല്ല നമ്മൾ ചിലത് ഇവർ ഈ പറയുന്ന പോലെ അല്ലല്ലോ, ചില കമ്പനികളൊക്കെ ഇങ്ങനെ പറയും, ചിലർക്ക് വന്നാൽ അതിന് വലിയൊരു ഇതുമില്ല. ഇപ്പൊ ഇതിന് നമ്മളിവിടെ സ്ട്രിക്റ്റ് ഡെലിവറി എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇത് നമ്മളത് നോക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയത് ഇവരെ. അല്ലെങ്കിൽ സാധാരണ അവർ മെസ്സേജ് വിടുന്നതല്ലേ ഇത് സ്ട്രിക്റ്റ് ഡെലിവറി നമ്മൾ. ഞാനിവിടെ കടന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഞാനിവിടെ കിടന്നത് ഈ മഞ്ഞക്കത്ത് ഇവിടെ ഈ കമ്പനിയിലോട്ടാകുമ്പോൾ ഇങ്ങനെ ഇരിക്കാം.
പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇത് കൂടാ നമ്മൾ എന്നെ ചെയ്യണം ഇതുകൊണ്ട് ഇത് മര്യാദ വേണ്ടേ. പണ്ട് മോൺട്രിയാലിന് പോകുമ്പോ എങ്ങനെയായിരുന്നു, ഇടയില്ലാത്തപ്പോ എന്നാ അറിയോ, ഏതെങ്കിലും കമ്പനിയുടെ അങ്ങോട്ട് കയറും ബൈക്കാർഡിലോട്ട്, എന്നിട്ട് തുറക്കാത്ത കമ്പനിയുടെ എല്ലാ സ്ഥലമുള്ള കമ്പനിയില് വേറെ ലോഡ് എടുക്കുന്ന നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോയി. ഓ ഇതല്ലായിരുന്നല്ലേ എന്നൊക്കെ. ചിലടത്ത് റോഡ് നിൽക്കുമ്പോ പോലീസുകാർ ഇവിടെ ഇവിടെ അപ്പൊ നമ്മൾ പറയാം അത് എനിക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോ ഓക്കെ വേഗം പോകുന്നു, എങ്ങോട്ടെങ്കിലും ചെന്ന് കയറണ്ടേ. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഷിങ്ടണിലെ സെൻട്രാലിയയിൽ ലോഡൊക്കെ ഇറക്കിയിട്ട് വാഷിങ്ടണിൽ തന്നെയുള്ള ഒബേൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യാത്രയിലാണ്. ഇത് വാങ്ങിക്കാം, എൻ്റെ ചെടിയുടെ കളവ് വാങ്ങിക്കാം, പൂവിന്റെ കളവ് വാങ്ങിക്കാം. അടിപൊളി അല്ലേ? എന്നാ അത് ഞാൻ പോവാത് ബൊഗൻവില്ല. ഇവിടെ ഇവിടെ വേറൊരു വീട്ടിലുണ്ട്. ഇത് ബൊഗൻവില്ല അല്ല കേട്ടോ, അത് വേറെയാ. ബൊഗൻവില്ല സാറേ? ആണോ? ആ. വാഷിങ്ടണിലെ സെൻട്രാലിയ എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ചെറിയൊരു ടൗണാ, നല്ല രസമുള്ള ഒരു ചെറിയ ടൗൺ. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയാ. ആ, ഓ സെൻട്രാലിയ സിറ്റി മാറിയെന്നാണോ പറഞ്ഞത്? അല്ല, മറ്റേ മെയിൻ സിയാറ്റിൽ, അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടുള്ളത്. നമ്മൾ ഈ ഒബേൺ പോകുമ്പോഴത്തേക്ക് അപ്പൊ സിയാറ്റിൽ കടന്നിട്ടാണോ പോണേ? അല്ല, ടക്കോമ കയറിപ്പോ സിയാറ്റിൽ. പിന്നെ അപ്പൊ നമ്മൾ സിയാറ്റിൽ വഴി പോകുന്നില്ല, ബൈപ്പാസാ? അല്ലല്ല, ബൈപ്പാസ് അല്ല, സിയാറ്റിൽ പിന്നെ മുന്നോട്ട് പോകണം. നമ്മളിങ്ങനെ കയറി 90-ലോട്ട് കയറുകയായി. ഈ 5 നമ്മളിപ്പോ എടുക്കുന്നത് നേരെ പോയാൽ സിയാറ്റിലിന്റെ ടൗണിന്റെ നെഞ്ചത്തൂടെ പോകുന്നത്. In 400 meters, be in either of the 2 left lanes. Then turn left on I-5 North. യാക്കിമ എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്, ഈ ആപ്പിളിന്റെ ഒക്കെ ഒരു കേന്ദ്രമാണ്. ഏത് സ്ഥലം? ഈ ഇവിടെ നിന്ന് തന്നെ ഇച്ചിരി അങ്ങോട്ട് ഒരു കുറച്ച് ഇവിടെ വാഷിങ്ടൺ തന്നെയുള്ള ഈ ആപ്പിളിന്റെ ഏതൊരു എനിക്ക് മുഴുത്ത സൈസ് ആപ്പിളാണ്, അതിന്റെ ഞാൻ പേര് മറന്നുപോയി. അതിന്റെ ഒരു മെയിൻ കേന്ദ്രമാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ CJJ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ പാലക്കാരുടെയൊക്കെ ഉള്ളതാണ്. അവരൊക്കെ ഇവിടെ വന്ന് ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് ആപ്പിള്. എവിടെ വന്നു? ഇവിടെ വാഷിങ്ടണിലെ. പാലായിലേക്കെന്നല്ല, അവര് മറ്റേ കേരളത്തിൽ പല ഇതിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. മറ്റേ ഹോട്ടലുകൾ അങ്ങനെയുള്ള വലിയ മറ്റേ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കൊക്കെ. അത് ഇന്നാൾ പോകാൻ കാരണം പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ പാലായിലുള്ള ഇന്നാളാരാ ഞാനും കണ്ടല്ല, ഇതൊന്ന് പുള്ളിക്ക് അറിയാലോ. പുള്ളിയുടെ അവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ അവിടെ വെച്ചങ്ങോട്ട് കാണുമോ. റൈഡിലേക്ക് ചേർത്താൻ നിർത്തിയോ? ഇവിടെയോ കൊമേഴ്സ്യൽ വെഹിക്കിൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറി പോരുന്നു. കണ്ട നമ്മളെ ട്രക്കുകൾ പരിശോധിക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്.
ആ അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് ഇരുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെ മാറിയല്ലോ, അങ്ങോട്ടങ്ങനെ കുഴപ്പമില്ല. ഡോറ് തുറക്കാൻ പാകത്തിന് കേട്ടോ. അല്ലേ ഒരു സൈഡ് തുറന്നാൽ മതി. ആ ഈ ബിൽഡിംഗ് അല്ലേ? മറ്റേ മനുവങ്ങാണ്ട് ലോഡ് എടുക്കാൻ പോയിട്ടെ ട്രെയിലറിന്റെ ഫ്രണ്ട് മുഴുവൻ വെള്ളമായിരുന്നു. ആണോ? എന്നിട്ട് അവിടെ പോയി വേറെ അകത്തോ? ആ അകത്ത് മറ്റേ അങ്ങ് ഫ്രണ്ടിലില്ലേ, ഫ്രണ്ടിൽ വെള്ളമായതുകൊണ്ട് ലോഡ് കയറ്റിയിരുന്നു. എന്നിട്ട് പിന്നെ പോയിട്ട് മറ്റേ പച്ചയൊക്കെ മേടിച്ച്. അതിനപ്പോ ലീക്കായിരുന്നു? അത് മഴയത്ത് അതിന്റെ ഇടയിൽ ഇത് ചോരുന്നേ. ഇതെല്ലാം കുറെ കഴിയുമ്പോ കത്തി കത്തി വെച്ചു. നമുക്ക് ഇവിടെ ഗാർബേജിലേക്ക് തട്ടിയാക്കാം. ഇവിടെ ഉണ്ടോ? തട്ടിക്കും, കളഞ്ഞിട്ട് വരാം. അല്ല അത് ഇവിടെ കാണും. റെസ്റ്റ് ഏരിയ അല്ലേ, കാണാതെ അവിടെ പോകാൻ. ഇത് മടക്കി വെച്ചോ, ഇനിയിപ്പോൾ ആവശ്യമില്ല. മടക്കി വെച്ചോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുകയറി. നാട്ടിലാണെങ്കിൽ ഇതിനും കാശാ. ഇങ്ങനെ കുത്തി തട്ടാൻ പറ്റുമെങ്കിൽ. വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തെങ്ങും ഇല്ല. അതുകൊണ്ട് അങ്ങകലെ കാണുന്ന ആ ബോക്സുകളേ ഉള്ളൂ. അതിൽ അവിടെ പോയി കളയാം. നോക്ക്, നിറഞ്ഞു കുത്തിയിരിക്കുവാണല്ലോ. നോക്കേണ്ട കാര്യമില്ല, എവിടെയെങ്കിലും കൊണ്ട് തള്ളിയേക്കാം. അപ്പം നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ട. ഇതാണ് നമ്മളിപ്പോൾ നിർത്തിയേക്കുന്ന റെസ്റ്റ് ഏരിയയിലെ വാഷ്റൂമിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് കേട്ടോ. ബേസിക്, എന്നാലും പ്രകൃതി രമണീയമാണ്. ഇവിടുത്തെ ഈ ഓൾമോസ്റ്റ് സെയിം ടെറൈൻ തന്നെയാണ് നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്തും. കാനഡയുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷ് കൊളംബിയ. കാരണം നമുക്ക് ഈ വാഷിങ്ടൺ സിയാറ്റിൽ ഏരിയയിൽ നിന്ന് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കാനഡയിലേക്ക് കയറുവാണെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയയിലൊക്കെ ആയിരിക്കും കയറുന്നത്. അറേ കഴിഞ്ഞോ? ഞാൻ അവിടെ അടിച്ചേക്കട്ടെ. ഇതടയ്ക്കാം. ഗ്ലൗസ് ഉണ്ട്. പിന്നെ അങ്ങേ അറ്റത്തായിരുന്നു. നിങ്ങൾ അങ്ങ് പോയോ? ഞാനോടത്ത് ചാക്ക് കൊണ്ട് പോയ ആളെ കണ്ടില്ലല്ലോ. ഇതവിടെ വെച്ച് എടുത്തു വെക്കാം അല്ലേ? നമ്മുടെ ഈ സ്റ്റാപ്പ് കുറവാ. ആണോ? അവിടെ ഇറക്കാൻ നേരത്ത് അവിടെ ഡോർ കളിക്ക് കുറച്ച് അത് പോയതാ. അവിടെ നിന്ന് എടുത്തു വെക്കാം. അവിടെ നിന്ന് പോയേക്കാം. അല്ല, അടിപൊളി കാലാവസ്ഥ അല്ലേ? ചാക്കിനകത്തുണ്ട്. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് വരട്ടെ. കഴിച്ചു വെച്ചു.